എല്ലാവർക്കും റംസാൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ഏതാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മുടെ സ്വന്തം ശ്രീലങ്കയുടെ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ രണ്ടാമത്തെ നോമ്പാണ് നമ്മളെ ഇവിടെ വരുന്നത്. അപ്പോൾ ശ്രീലങ്കയുടെ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് അത് കാണാം, കഴിക്കാം, രസിക്കാം. അപ്പോൾ എല്ലാവർക്കും റംസാൻ കരീം. എല്ലാവരും 30 നോമ്പ് നോക്കാം, ദുആർക്കാം, അള്ളാഹ് അക്കും വേണ്ടിയിട്ട് ദുആർക്കാം നല്ല നിലയിലെത്താൻ. അപ്പോൾ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരൊന്നും ചെയ്തിട്ട് എന്നാലും ആരെങ്കിലും മനസ്സിൽ എന്നെ പറ്റി എന്തെങ്കിലും ബേജാറായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് പൊരുത്തപ്പെടണം. നല്ലൊരു മാസമാണ്, നല്ലൊരു തുടക്കാവട്ടെ. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണം. ഞാൻ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ എല്ലാവരും പോവാം. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ശ്രീലങ്കൻ്റെ ബിരിയാണി എന്തായി നോക്കാം. അപ്പോൾ അങ്ങനെ ശ്രീലങ്ക ബിരിയാണി, ബീഫ് ബിരിയാണി, ശ്രീലങ്കയുടെ ബീഫ് ബിരിയാണി. എത്ര അരി വേണ്ട? ഇപ്പൊ എന്നാ ചെയ്യുന്നത്? അരിസി കഴുകുന്നുണ്ട്. അരിസി இங்க வெங்காயம் வச்சிருக்கு. இங்க வெங்காயம் கட் பண்ணுங்க. அரிசி க்ளீன் பண்ணியே காணுமா சொல்லு. അല്ല അപ്പടി വേണം ആണോ? വെള്ളം പിടിച്ച് വെയിക്ക. അല്ലടാ എന്തോ പറയുന്നില്ലേ? അറ്റിങ്ങ ഓരെന്തോ പറയില്ല. എന്ത് ഓൻക്കറിയൂടാ അത്. എടാ നിങ്ങളെ ഇതില്ലേ കുക്കിങ്ങിന്റെ കുറെ അണ്ണന്മാരിരുന്ന് അങ്ങനെ ചൊല്ലേ, അങ്ങനെ ചൊല്ലേ. ഇനി അരിസി കവിട്ട് കാണാം അങ്ങനെ ചൊല്ലേ. അരിസി കവിട്ട് കാണാൻ ചൊല്ലേ. ഇങ്ങനെ അരിസി കവിട്ട് കാണാം ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ആക്ക് ചൊല്ല്. വ്ളോഗ് ആണ് ഇത്. ഓക്കെ. ഇന്നത്തെ വ്ളോഗിൽ ഫുള്ള് സദു ആയിരിക്കും മെയിൻ. സദുവിൻ്റെ ബീഫ് ബിരിയാണിയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനില്ല. അപ്പോൾ എന്നോട് പൊരുത്തം ചോദിക്കാൻ മാത്രം ഞാൻ ഉണ്ടാവും, അല്ലാത്ത അത് ഫുള്ള് സദു ആയിരിക്കും ഇന്ന് നമ്മളെ വ്ളോഗ് ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെന്താ ചൊല്ലല്? വെള്ള വെങ്കായം തൊല്ലി മിക്സിയിൽ പോട്. വെള്ള വെങ്കായം, ഇഞ്ചി. ഇത് ശ്രീലങ്ക സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ പറ എന്നെ ഇടുന്നത് ഇതിലെന്നെ പേസ്റ്റ് വേണോ? ആ പേസ്റ്റ്. ഇത് വ്ളോഗ് ഇടാ. വ്ളോഗ് യൂട്യൂബില് കാണട്ടെ. കേരളക്കാരും ഫുള്ള് കാണട്ടെ. ശ്രീലങ്ക, കേരള എല്ലാം കാണട്ടെ. സദുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണി എങ്ക ഇട്ടത് ഇതില്? എന്നെല്ലാം ഇട്ട് തക്കാളി, ഇഞ്ചി, വെള്ളവെങ്കായം, പച്ചമുളക്, പിന്നെ വെള്ളം, കൊഞ്ചം വെള്ളം. മിക്സ് അടിക്കും. അത് വെക്ക്. മൂടി വെക്കും. ഇത് ഞാൻ പറഞ്ഞെടുത്ത് പോലല്ലോ. മിക്സ് വെച്ച് അടിച്ച ഫസ്റ്റ് അപ്പോൾ നേരത്തെ വെച്ച ബീഫിലേക്ക് ഇപ്പോൾ അരച്ച പേസ്റ്റ് ഇട്ടല്ലേ? അവനൊന്നും ചൊല്ലുന്നില്ല, ഞാൻ എന്നെ ചൊല്ലണല്ലോ. எல்லாரும் சொல்லு. சப்ஸ்கிரைப் சொல்லு. சப்ஸ்கிரைப் பண்ண, லைக் பண்ண.
അത് പോതും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ സതുവിൻ്റെ ശ്രീലങ്കൻ ബിരിയാണി. വെങ്കായം എണ്ണയിൽ என்ன சொல்லு താളിക്കുന്നത്. അങ്ങനെ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം ബാക്കിയുള്ള വിഷ്വൽസ് കിട്ടിയില്ല. അപ്പോൾ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ചോറിനുള്ളത് അപ്പോൾ ചിക്കൻ റെസ്റ്റ് എടുക്കണം. കുറച്ച് വെള്ളം കുടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യം ചെപ്പുമാണ്, തർത്തീബ് ചെപ്പുമാണ് ഇതിൻ്റെ. ഇതെന്താ വേറെ ഇതിലൂടെയാ മഞ്ഞപ്പൊടി എനിക്കതാ. സതുവിൻ്റെ ബിരിയാണി